അപ്പോൾ വായിച്ചവർക്ക് മാത്രമല്ല സാഹിത്യം, വായിക്കാത്തവർക്കുണ്ട് സാഹിത്യം. എഴുതുന്നത് മാത്രമല്ലല്ലോ, പറയുന്നത് മാത്രമല്ല സാഹിത്യം, പറയാതെ പോകുന്നത് സാഹിത്യമല്ലേ? ഞാൻ മലകളെയും പുൽമേടുകളെയും കുന്നുകളെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകാം അല്ലേ? പക്ഷെ പിന്നീട് അയാൾ എഴുതി, അയാൾ ഒരുപാട് തവണ കൽക്കരിഖനികളിൽ നിന്ന് ഒഴുകി വരുന്ന പുക മലയുടെ വി ഷേപ്പിലുള്ള മലകൾക്കകത്തുകൂടി പുറത്തേക്ക് വരുമ്പോൾ, പ്രിയപ്പെട്ടവളെ നിന്റെ മുടിച്ചുരുളുകൾക്ക് വെളുത്ത നിറം വന്നതുപോലാണ് എന്നെനിക്ക് തോന്നുമെന്നെഴുതിയ ആ മനുഷ്യൻ, നോക്കൂ, ഈ രാവിൽ ഏറ്റവും ദുഃഖഭരിതമായ വരികൾ നിന്നോട് പറയുവാൻ എനിക്ക് കഴിയുമെന്ന് പാടിയ ആ മനുഷ്യൻ, വസന്തം മൾബറി ചെടികളോട് ചെയ്യുന്നത് എനിക്ക് നിന്നോട് ചെയ്യണമെന്ന് പ്രളയാർദ്രനായി കൽപ്പിച്ച ആ കാൽപ്പനിക കാമുകൻ പറയാതിരുന്നതിലൊരു വലിയ കവിതയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഐ വിൽ നോട്ട് ലെറ്റ് മീ ടെൽ യു വൈ മൈ പോയിട്രി ഡസൻറ്റ് സ്പീക്ക് അബൌട്ട് ഫ്ലവേഴ്സ് ആൻഡ് ട്രീസ്, കം ആൻഡ് സീ ദ ബ്ലഡ് ഇൻ ദ സ്ട്രീറ്റ്. ഈ പുഴകളെയും കുന്നിനെയും കുറിച്ച് ഞാൻ പറയാതിരിക്കുന്നത് എന്തെന്നാൽ, വരൂ ഈ തെരുവുകളിലെ രക്തം കാണുമെന്ന് ഞാൻ നെരൂദയെക്കുറിച്ചാണ് പറഞ്ഞത്. പറയാതിരിക്കുന്നതിലുണ്ട്, എഴുതാതിരിക്കുന്നതിലുണ്ട് സാഹിത്യം. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും മനോഹരമായ പ്രഭാഷണങ്ങളിൽ പലതും ദീർഘമായ ചില മൗനങ്ങളാണ് എന്നുള്ളതാണ്.